ഫേസിലും ആള് സുന്ദരനാട്ടോ. പക്ഷെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നത് ചാത്തന ഫ്രീ ആയിട്ടുള്ളതാ ഭംഗി. മരുഭൂമിയിൽ മഴ തുടങ്ങി, ഇനി പ്രളയമായിരിക്കും. പ്രണയത്തിന്റെ പ്രളയം. ബി കെയർഫുൾ. അരികത്തായാരോ പാടുന്നുണ്ടോ, അതോ എന്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ, അനുരാഗവചസ്സോ പാഴ്സ്വരമോ? അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? പൊന്തരിമണലിൽ സുന്ദര വിരലാൽ എൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ, കാതരയാമൊഴിയാണോ? ചിറകടി ഉണരും ചില്ലയിൽ അറിയാതൊരു തളിരുലയുമ്പോൾ ഇളമാറിത്തുള്ളിയിട്ടുവോ, അത് ചിപ്പിക്കുള്ളിൽ വീഴുവോ? മഴവില്ലിൻ ചരിവിലൂടെ നീ ആകാശപ്പടവിറങ്ങിയോ? നോക്കുന്ന ദിക്കിലാകവേ ചെടിയെല്ലാം പൂവണിഞ്ഞുവോ? മനമാകെ ചാഞ്ചാടി ആലോലം നിലവിൽ നീ വന്നു ചേരവേ തനുവാകെ കുളിര് കോരിയോ? ഇനിയെന്നും കൂടെ എത്തുമെന്നോർമ്മ നീ. അരികത്തായാരോ പാടുന്നുണ്ടോ, അതോ എന്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ, അനുരാഗവചസ്സോ പാഴ്സ്വരമോ? ഒരു തോണിപ്പാട്ടുണർന്നുവോ, അതുമെല്ലെ തീരമെത്തിയോ? പൂക്കൊമ്പിൽ നീട്ടി നിൽക്കുമീ രാക്കൊമ്പിൽ മഞ്ഞണിഞ്ഞുവോ? താലത്തിൽ തെളിനിലാവുമായി മുഴുതിങ്കൾ പുഴയിറങ്ങിയോ? കരയേറിക്കൂത്താടും കുഞ്ഞോളങ്ങൾ കടവിൽ നീ വന്നു ചേരവേ കളിയാടി ആറ്റുവഞ്ചികൾ കനവിൽ ഞാൻ കാത്തുവച്ചിടും ഓർമ്മ നീ. അരികത്തായാരോ പാടുന്നുണ്ടോ, അതോ എന്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ, അനുരാഗവചസ്സോ പാഴ്സ്വരമോ? ഓക്കെ, ഇയാളെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനി പറ, എന്താ പേര്, ഏതാ ക്ലാസ്? എന്തിനാ എന്നെ പിടികൂടി കച്ചറയുണ്ടാക്കാനല്ലേ? ഹേയ്, അതിന് എനിക്കിപ്പോ ഇയാളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ദേഷ്യം ഇല്ലാണ്ടായ മാത്രം പോരാ, ഇഷ്ടം ഉണ്ടാവുകയും വേണം. അത് ആളെ നേരിൽ കാണണ്ട എങ്ങനെയാ? നേരിൽ കാണാം, ബട്ട് വൺ കണ്ടീഷൻ. എന്താ അത്? ജയകൃഷ്ണൻ ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് നിർത്തണം. ഏത് പെണ്ണിന്റെ? അമ്മുന്റെ. ആരുടെ? ആ അമ്മുവിന്റെ പിന്നാലെ വാലായിട്ട് ജയകൃഷ്ണൻ നടക്കുന്നത് എനിക്കിഷ്ടല്ല. എന്തൊരു തണ്ടാവൾക്ക്, വലിയ പണക്കാരന്റെ മോളെന്നുള്ള ജാടയോ, അഹങ്കാരി. നിർത്തടി. ഞങ്ങളുടെ അമ്മൂനെ ചീത്ത പറയാൻ നീ ആരടി, നായിന്റെ മോളെ? അമ്മൂനെ കുറിച്ച് എന്താ അറിയാടി നിനക്ക്? ആ പേരൊന്ന് ഉച്ചരിക്കാൻ പോലും നിനക്കൊന്നും അർഹതയില്ല, മനസ്സിലായോടി? എന്താ ഇത്? വല്ല പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ജയകൃഷ്ണൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? വല്ല പെണ്ണുങ്ങളോ? അങ്ങനെ വല്ലയിടത്തുനിന്നും വന്ന പെൺകുട്ടി നല്ല അമ്മു, നല്ല അന്തസ്സുള്ള തറവാട്ടി പ്രതൂട്ടിയാ. എങ്കിൽ പിന്നാലെ നടക്കുന്നത് മാത്രാക്കണ്ട, അവളെ തന്നെ പ്രേമിച്ചു കല്യാണവും കഴിച്ചു. Shut up, you bloody creep. അതിന് ഞാൻ പുണ്യം ചെയ്യണോടി? അമ്മൂനെ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ ഒരു 10 വട്ടം കൂടി ഞാൻ ജനിക്കണം. മതി. ഇനി നീ ആരെ ഏതാ എന്താ ഒന്നും എനിക്കറിയണ്ട. മേലാൽ എന്നെ വിളിച്ചേക്കരുത്. ഗെറ്റ് ലോസ്റ്റ്.
ഹലോ, എന്തു പറ്റി? ഏ? എന്താ പ്രശ്നം? ആരുമായിട്ടായിരുന്നു ഫോണില്? വല്ലാണ്ട് ദേഷ്യപ്പെടുന്നതും കണ്ടല്ലോ. അത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് വേണ്ടാതിനം പറഞ്ഞ ആർക്കും സഹിക്കാൻ പറ്റുക? ആരെ കുറിച്ചാ വേണ്ടാതീനം പറഞ്ഞ? വീട്ടുകാരെ കുറിച്ചാ? ഏയ് പിന്നെ ആരെയും അശോകേട്ടനെ കുറിച്ചാ? അയ്യ അശോകേട്ടനെ കുറിച്ചൊന്നുമല്ല. പിന്നെ ആരാ ജയകൃഷ്ണൻ അത്രയ്ക്ക് ഇഷ്ടമുള്ളവര്? അതൊരു ഫ്രണ്ടാ. ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞതിനാണോ ഇത്രയ്ക്ക് ദേഷ്യം? ഫ്രണ്ട് ആണോ പെണ്ണോ? ഏയ് പെണ്ണൊന്നുമല്ല, ആണ് ആണ്. അപ്പൊ വിളിച്ചതാരാ? അത് ഒരുത്തൻ. ഒരുത്തനോ? ആ ഏതോ ഒരുത്തൻ കുറച്ചു ദിവസമായിട്ട് ഫോണിൽ വിളിച്ച് കളിക്കാ. അവനെന്നെ ശരിക്കും അറിഞ്ഞൂടാ. ഇവനിത് എവിടെ വെച്ചത്? നീലാംബര, എന്തോ നിന്നെ ആരാടാ വിളിച്ചേ? വട്ടായി വട്ടായി. എന്നെ വിളിക്കരുന്നല്ലേ പറഞ്ഞേ? പിന്നെയും എന്തിനാ വിളിക്കുന്നേ? ഞാൻ സോറി പറയാൻ വിളിച്ചതാ. സോറി ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. ഇയാൾ കട്ട് ചെയ്തിട്ട് പോയേ. അയ്യോ വെക്കലേ വെക്കലേ. ഇനി ഞാൻ അമ്മൂനെ കുറിച്ച് ഒരു വക മോശമായിട്ട് പറയില്ല. അങ്ങനെ പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ജയകൃഷ്ണൻ ഇങ്ങനെ പറയുമ്പോഴാ ആ അമ്മൂനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാൻ തോന്നണേ. എന്തിനാ കേട്ടിട്ട്? അതുപോലെ ആയാൽ എന്നോടും ആ ഇഷ്ടവും മതിപ്പൊക്കെ ഉണ്ടാവില്ലേ ജയകൃഷ്ണന്? എന്താ മിണ്ടാത്തെ? ഞാൻ അമ്മൂനെ പോലെ ആകാൻ ശ്രമിക്കണത് ഇഷ്ടമല്ലാന്നുണ്ടോ? ശ്രമിച്ചുണ്ടാക്കേണ്ടതല്ല, ജന്മം കൊണ്ട് ഉണ്ടാവണത് അതൊക്കെ. കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റൂ, സ്വന്തം സ്ഥാപനത്തില് ഒരു തൊഴിലാളി പെൺകുട്ടിയെ പോലെ പണിയെടുക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മുതലാളി പെൺകുട്ടിയെ പറ്റി? എങ്കിലതാ പുന്നൂർ കടവിൽ അശോകന്റെ മകൾ അമ്മു. ഒരു കാലത്ത് ആളുകൾ അടുത്ത് ചെല്ലാൻ പോലും ഭയപ്പെട്ടിരുന്ന വെറും ചട്ടമ്പിയായിരുന്നു ഈ അശോകേട്ടൻ. ആ അശോകേട്ടൻ ഇങ്ങനെ മാറ്റിയെടുത്തത് ഈ അമ്മുവാ. ഇന്ന് പുന്നൂർ കടവുകാരുടെ കാണപ്പെട്ട ദൈവമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ അശോകേട്ടൻ. പക്ഷേ അവിടെ ഒരാളും കാണാതെ പോകുന്ന ഒരു പുണ്യ ജന്മമുണ്ട്. അത് ഞങ്ങളുടെ അമ്മുവാ. പണ്ടത്തെ ആ അശോകേട്ടനെ പോലെ അവൻ ആഗ്രഹിച്ച ഞാൻ പുന്നൂർ കടവിലേക്ക് ചെന്നത്. കരുത്തുകൊണ്ട് ആരെയും കീഴ്പ്പെടുത്താന്നും എന്തും നേടിയെടുക്കാന്നുള്ള അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദുർബലിനെ കരുത്തൻ കീഴ്പ്പെടുത്തുന്നത് നാടിന്റെ അല്ല കാടിന്റെ നിയമമാണെന്നും കൈക്കരുത്തുകൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തേണ്ടതെന്നും എന്നെ പഠിപ്പിച്ചത് ഈ അമ്മുവ. ഇങ്ങനെയുള്ളൊരു കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ആർക്കാ ദേഷ്യം വരാതിരിക്കുക? അതുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞേ. സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. ഏയ് എന്തിനാ എന്നോട് സോറി പറയണേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഇപ്പോഴും ഞാൻ തിരിച്ചറിയണേ, അമ്മൂനെയല്ല ജയകൃഷ്ണന്. I love you, ജയകൃഷ്ണൻ.